കുടിയേറ്റ പ്രതിസന്ധിയുടെയും ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ജീവിത പോരാട്ടങ്ങളുടെയും നേർചിത്രമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്പെയിൻ മൊറോക്കോ അതിർത്തികളിൽ കാണുന്നത്. കുടിയേറ്റ ശ്രമങ്ങൾക്കിടയിലുണ്ടായ സംഘർഷങ്ങളിൽ ഈ ദിവസങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ വടക്കേ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന സ്പാനിഷ് ഭരണ പ്രദേശങ്ങളായ മെലില്ല, സെവൂട്ട എന്നിവിടങ്ങളിലേക്ക് മൊറോക്കോ വഴി നടക്കുന്ന കുടിയേറ്റ ശ്രമങ്ങൾ വീണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മനുഷ്യാവകാശ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആളുകൾ തങ്ങളുടെ ജീവൻ പോലും നോക്കാതെ ഇത്തരം അപകടകരമായ വഴികൾ തിരഞ്ഞെടുക്കുന്നത്? സ്പെയിന്റെ ആഫ്രിക്കൻ പ്രദേശങ്ങളായ സെവൂട്ടയിലും മെലില്ലയിലും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സ്പെയിന്റെ ആഫ്രിക്കൻ പ്രദേശമായ സെവൂട്ട അതിർത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറുന്നത് അതിദാരുണമായ സംഭവങ്ങളാണ്. കേവലം 24 മണിക്കൂറിനുള്ളിൽ 50,000-ലധികം അഭയാർത്ഥികളാണ് സെവൂട്ടയിലേക്ക് മാത്രം ഇരച്ചു കയറാൻ ശ്രമിച്ചത്. സെവൂട്ടയിലെ ആകെ ജനസംഖ്യയുടെ 70% വരുന്ന ജനക്കൂട്ടമാണിത്. അതിർത്തിയിലെ വേലികൾ തകർത്തും കടലിലൂടെ നീന്തിയും മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ച അഭയാർത്ഥികളും സുരക്ഷാ സേനയും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലുകളുണ്ടായി. ഈ സംഘർഷങ്ങളിലും അപകടങ്ങളിലും പെട്ട് 40-ലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത്. തദ്ദേശീയ ഭരണകൂടങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സാഹചര്യം വഷളായതോടെ അതിർത്തി സുരക്ഷയ്ക്കായി സ്പെയിന് കരസേനയെ തന്നെ നേരിട്ട് ഇറക്കേണ്ടി വന്നു. പാർക്കുകളിലും തെരുവുകളിലും കിടന്നുറങ്ങുന്ന കുടിയേറ്റക്കാരെ കൊണ്ട് സെവൂട്ടയിലെ അഭയ കേന്ദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. യൂറോപ്പിലേക്ക് കടക്കാൻ ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ ജീവൻ പോലും നോക്കാതെ നടത്തുന്ന ഈ മരണക്കളിക്ക് പെട്ടെന്ന് ആക്കം കൂട്ടിയത് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളാണ്. അതിർത്തിയിലെ സുരക്ഷാ വേലികൾ നീക്കം ചെയ്തെന്നും തടസ്സങ്ങളില്ലാതെ ഇപ്പോൾ സ്പെയിനിലേക്ക് കടക്കാമെന്നുമുള്ള വ്യാജ വാർത്തകൾ ടിക്ടോക്കിലും വാട്സപ്പിലും കാട്ടുതീ പോലെ പ്രചരിച്ചു. ഇതിനാക്കം കൂട്ടിയ മറ്റൊരു ഘടകം അടുത്തിടെയുണ്ടായ സ്പാനിഷ് സുപ്രീം കോടതിയുടെ ഉത്തരവായിരുന്നു. കടൽ മാർഗം എത്തുന്ന കുടിയേറ്റക്കാരെ കൃത്യമായ നടപടിക്രമങ്ങളില്ലാതെ തിരിച്ചയക്കാൻ കഴിയില്ല എന്ന വിധി കള്ളക്കടത്ത് സംഘങ്ങൾ ദുരുപയോഗം ചെയ്തു. സ്പെയിനിൽ പ്രവേശിച്ചാൽ എല്ലാവർക്കും തങ്ങാൻ അനുമതി ലഭിക്കുമെന്ന തെറ്റായ വിവരവും വേലികൾ എവിടെയാണ് ദുർബലമെന്ന മാപ്പുകളും നൽകി മനുഷ്യക്കടത്തുകാർ സാമ്പത്തിക ലാഭത്തിനായി ഈ നിർധനരായ ആഫ്രിക്കൻ യുവാക്കളെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു. പ്രധാനമായും സുഡാൻ, ചാഡ്, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ അപകടകരമായ വഴി തിരഞ്ഞെടുക്കുന്നത്. സ്വന്തം നാട്ടിലെ ആഭ്യന്തര യുദ്ധം, പട്ടിണി, കടുത്ത സാമ്പത്തിക തകർച്ച എന്നിവയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗമായിരുന്നു അവർക്ക് കുടിയേറ്റം. വടക്കേ ആഫ്രിക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മെലില്ലയും സെവൂട്ടയും സ്പാനിഷ് പ്രദേശങ്ങളാണ്. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് നേരിട്ട് കരമാർഗം കടക്കാവുന്ന ഏക കവാടം. കൂറ്റൻ വേലുകളും ആയുധ നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഈ അതിർത്തി കടന്ന് സ്പാനിഷ് മണ്ണിൽ കാലുകുത്തിയാൽ അഭയം ലഭിക്കുമെന്ന അവസാന പ്രതീക്ഷയിലാണ് അവർ തങ്ങളുടെ ജീവിതം തന്നെ പണയം വെക്കുന്നത്. പക്ഷെ ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭീകരമായ ദുരന്തങ്ങളിൽ കലാശിക്കുകയാണ്. സ്ഥിതിഗതികൾ അതിരൂക്ഷമായതോടെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് സെവൂട്ട അതിർത്തിയിൽ നേരിട്ട് സന്ദർശിക്കുകയുണ്ടായി. ഈ വൻതോതിലുള്ള കടന്നുകയറ്റത്തെ സ്പെയിന്റെ പ്രാദേശിക അഖണ്ഡതയ്ക്ക് മേലുള്ള ആക്രമണമായി വിശേഷിപ്പിച്ച അദ്ദേഹം സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ സുരക്ഷാ സേന നടത്തിയ നടപടികളെ ന്യായീകരിക്കുകയും ചെയ്തു. തദ്ദേശീയരെ വഞ്ചിച്ച മനുഷ്യക്കടത്ത് സംഘങ്ങളാണ് ഈ കൂട്ടമരണങ്ങൾക്ക് ഉത്തരവാദികളെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനകം 20,000-ലധികം ആളുകളെ സ്പെയിൻ മൊറോക്കോയിലേക്ക് തന്നെ തിരികെ അയച്ചിട്ടുണ്ട്. കടൽ വഴിയുള്ള കുടിയേറ്റം തടയാൻ പുതിയ തടസ്സങ്ങൾ സ്ഥാപിക്കുമെന്നും കൂടുതൽ പോലീസ് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും സ്പെയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മൊറോക്കോ ആകട്ടെ അതിർത്തി നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക സഹായവും രാഷ്ട്രീയ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ഈ കുടിയേറ്റ വിഷയം ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കുന്നുണ്ടെന്ന വിമർശനവും ശക്തമാണ്. അതിർത്തികളിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഭീകരമായ അടിച്ചമർത്തലുകളിൽ കടുത്ത മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടെന്ന വിമർശനവും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിർത്തി സേനകൾ നടത്തിയ അമിത ബലപ്രയോഗത്തെ അപലപിക്കുകയും മരണങ്ങളെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. അഭയാർത്ഥികൾക്ക് നിയമപരമായ അഭയം തേടാനുള്ള വഴികൾ പൂർണ്ണമായി അടഞ്ഞിരിക്കുന്നതാണ് ഇത്തരം അപകടകരമായ സാഹസികതകളിലേക്ക് അവരെ തള്ളിവിടുന്നത്. തോക്കുകളും കണിശമായ വേലുകളും കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒന്നല്ല ഈ പ്രതിസന്ധി. അതിർത്തിയിലെ ചോരപൊടിയിൽ നിൽക്കണമെങ്കിൽ ഈ മനുഷ്യരെ നാടുവിടാൻ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾക്ക് തന്നെയാണ് ആദ്യം പരിഹാരം കാണേണ്ടത് എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നത്.